ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരൊറ്റ ആയത്തിനെ കുറിച്ചാണ്. ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങളുടെ കലവറയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറയാൻ പോകുന്നത് പോലെ ഈ ആയത്ത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാകും. സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക്, ശാരീരികമായ പ്രയാസങ്ങൾക്ക്, മാനസികമായ പ്രയാസങ്ങൾക്ക് എല്ലാറ്റിനും പരിഹാരമാണ്. എന്തിനധികം പറയണം, ഈ ആയത്ത് പതിവാക്കി കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് വരെ മോചനം ലഭിക്കുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ ആയത്ത്, എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത്, ഓതിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ വിശദമായി പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊക്കെ അച്ചടക്കത്തോടെ ഇരുന്ന് മജ്ലിസ് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ നമ്മളെ മജ്ലിസ് ഉണ്ടാകും, ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. അതിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, നമ്മളെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്ഭുതങ്ങളുടെ കലവറ തുറക്കുന്ന വളരെ പ്രധാനപ്പെട്ട, വളരെ ശക്തിയേറിയ ഒരു ആയത്തിനെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറയാൻ പോകുന്നത് പോലെ ഈ ആയത്ത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മളെ സാമ്പത്തികമായ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും, മാനസികമായ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും, ശാരീരികമായ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. അതിൽ യാതൊരു സംശയമില്ല. കാരണം ഈ ആയത്തിന്റെ മഹത്വം പഠിപ്പിച്ചത് ഹബീബായ നബി തങ്ങളാണ്, അള്ളാഹുവിന്റെ ആലിമീങ്ങളാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, അള്ളാഹുവിന്റെ ആരിഫീങ്ങളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൃത്യമായി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്ന് സങ്കടം പറയുകയാണ്, വിഷമം പറയാണ്. അല്ലാഹുവിന്റെ റസൂലെ, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, കടമാണ് നബിയെ, വീട്ടിൽ ബർക്കത്തില്ല, വീട്ടിൽ സമാധാനമില്ല, ജോലിയിൽ ബർക്കത്തില്ല, അവിടുന്ന് ഒരു പരിഹാരം പറഞ്ഞു തരണം. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യാറില്ലേ? നീ ആയത്തുൽ കുർസി പഠിച്ചിട്ടില്ലേ? നീ ആയത്തുൽ കുർസി കണ്ടിട്ടില്ലേ? ഒരാൾ ഭക്ഷണമുണ്ടാക്കി ആ ഭക്ഷണത്തിലേക്ക് ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭക്ഷണത്തിൽ ബർക്കത്ത് കൊടുക്കും, അവന്റെ ജീവിതത്തിൽ ബർക്കത്ത് കൊടുക്കും, അവന്റെ ശരീരത്തിൽ ബർക്കത്ത് കൊടുക്കും, അടുക്കളയിൽ ബർക്കത്ത് നൽകും, ആ വീട്ടിൽ ബർക്കത്ത് നൽകുകയാണ്. ആ ചെറുപ്പക്കാരനോട് അല്ലാഹു റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കുക, ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ആയത്തുൽ കുർസി ഓതി മന്ത്രിക്കണമെന്നുള്ളതാണ്. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബർക്കത്ത് ഉണ്ടാകും. ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യം ഉണ്ടാകും, നമ്മളെ ശരീരത്തിന് നല്ല ഉന്മേഷം ഉണ്ടാകും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മറ്റൊരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലിംനി ഷൈആ, നബിയെ, എനിക്ക് ഉപകാരപ്പെടുന്ന, എൻ്റെ ജീവിതത്തിൽ ഉപകാരമുണ്ടാകുന്ന ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്, ഇഖ്റ ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. നിന്റെ ജീവിതത്തിൽ വല്ലാതെ ഉപകരിക്കുന്നതാണ് ആയത്തുൽ കുർസി. ഫഇന്നഹു യഹ്ഫളുക വദുർരിയതക വയഹ്ഫളു ദാറക. ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അത് നിന്നെ സംരക്ഷിക്കും, ആഫത്ത് മുസീബത്തുകളിൽ നിനക്ക് കാവലാകും, നിന്റെ കുടുംബത്തിന് കാവലാകും. നീ ഓതിക്കഴിഞ്ഞാൽ നിനക്കത് സംരക്ഷണം ഉണ്ടാകും, നിന്റെ കുടുംബത്തിനും സംരക്ഷണം ഉണ്ടാകും, മാത്രമല്ല നിന്റെ വീട്ടിലും അത് കാവലായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ ആയത്തുൽ കുർസി ഓതിയാൽ മതി. എത്ര മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്നത്. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി, ഒരാൾ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ ബഅസല്ലാഹു ഇലൈഹി മലക്കൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഒരു മലക്കിനെ പറഞ്ഞയക്കുന്നു.
ആയത്തുൽ കുർസി ഒരാൾ വീട്ടിൽ ഓതിക്കഴിഞ്ഞാൽ അവന്റെ അടുത്തേക്ക് അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞയക്കും. യക്തുബു മിൻ ഹസനാതിഹി, അവനിക്ക് ഇങ്ങനെ ഹസനത്തുകൾ നന്മകൾ എഴുതി രേഖപ്പെടുത്തും. അവനിക്ക് ഇങ്ങനെ മലക്കുകൾ നന്മകൾ രേഖപ്പെടുത്തും. വയംഹൂ മിൻ സയ്യാതിഹി, അവന്റെ പാപങ്ങൾ അല്ലാഹു മാപ്പ് നൽകും. ഉണ്ടോ? മലക്ക് അവന്റെ നന്മ എഴുതുകയും അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാച്ചുകളയും ചെയ്യും. രാവിലെ വരെ, പിറ്റേ ദിവസം വരെ, ഇന്ന് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നാളെ രാവിലെ വരെ ഇത് മലക്കുകൾ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും പവറാണത്രേ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്തിനുള്ളത്. ആയത്തുൽ കുർസി ഓതുന്ന വീട്ടിലേക്ക് മലക്കുകൾ സന്തോഷത്തോടെ കടന്നു വരും. നമ്മളിങ്ങനെ ആയത്തുൽ കുർസി ഓതുകയാണ്, അതിങ്ങനെ മലക്കുകൾ കേട്ടുകഴിഞ്ഞാൽ മലക്കുകൾ സന്തോഷത്തോടെ നമ്മളെ വീട്ടിലേക്ക് കടന്നു വരുമെന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾ അർദ്ധരാത്രി എണീറ്റു, നല്ല നിലക്ക് ഉളു കൊടുത്തു, അതുപോലെ കിബിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് 170 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം 170 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതാന് 4-5 മണിക്കൂറൊന്നും വേണ്ട, അത് പെട്ടെന്ന് തീർക്കാവുന്നതാണ്. അങ്ങനെ കിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് 170 പ്രാവശ്യം, കണക്ക് മറക്കരുത്, 170 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അവന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കും. കടങ്ങൾ വീടുന്നതാണ്, ജയിൽ മോചനം ഉണ്ടാകും. നമ്മളെ മജ്ലിസിൽ തന്നെ ഒരുപാട് ആളുകൾ, ഉസ്താദേ മക്കൾ ഗൾഫിൽ ജയിലിലാണ്, ഭർത്താക്കന്മാര് ജയിലിലാണ്, ഉപ്പമാര് ജയിലിലാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മമാരെ അർദ്ധരാത്രി എണീറ്റുകൊണ്ട് ഉളു എടുത്തുകൊണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് 170 പ്രാവശ്യം ആയത്തുൽ കുർസി പാരായണം ചെയ്ത് ദുആ ചെയ്തോ, ജയിൽ മോചനം ഉറപ്പാണ്. അതിൽ യാതൊരുവിധ സംശയമില്ല. വലിയ വലിയ പടുകൂറ്റൻ ആലിമീങ്ങളും ഔലിയാക്കളും പഠിപ്പിച്ച അമലാണ്. ജയിൽ മോചനം ഉണ്ടാകും, ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ വീട്ടിൽ വീട് ലഭിക്കും. അല്ലെ, വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾ, ഓല മേഞ്ഞ വീട്ടിൽ കഴിയുന്ന ആളുകളൊക്കെ ഉണ്ട്. പഠിച്ചോനെ, എത്ര ആളുകൾ പറയുന്നു, ഉസ്താദേ 10-20 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് ഇപ്പോഴും ശരിക്കൊരു വീടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഈ പറഞ്ഞതുപോലെ 170 പ്രാവശ്യം അർദ്ധരാത്രി എണീറ്റുകൊണ്ട് ഉളു എടുത്ത് കിബിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ആയത്തുൽ കുർസി ഓതി അള്ളാഹിനോട് ദുആ ചെയ്തോ, വീടെന്ന് പറയുന്ന സ്വപ്നം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂവണിയിച്ചു നൽകും. ഇത് ആയത്തുൽ കുർസിയുടെ പവറാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസിക്ക് കൊടുത്ത പവറാണ്. ഇത് മഹാന്മാര് രേഖപ്പെടുത്തിയതാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇങ്ങനെ 170 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാകൂല, ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുകയാണ്. ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ അന്തസ്സോടുകൂടെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി മഹാന്മാര് തീർന്നിട്ടില്ല, ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ആയത്തുൽ കുർസിയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഉളൂഇന്റെ ശേഷം ആയത്തുൽ കുർസി ഓതൽ സുന്നത്താണല്ലോ, എല്ലാ ഫിഖിന്റെ കിതാബിലും ഇത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഉളൂഇന്റെ ശേഷം ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ 40 ദറജ അല്ലാഹു അവനിക്ക് കൊടുക്കുന്നത് 40 ദറജയാണ്. 40 ദറജ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ഉയർത്തി കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ആയത്തുൽ കുർസി ലിതഫ്രിജിൽ ഖുറൂബ്, നമ്മളെ പ്രയാസങ്ങളുള്ള സമയത്ത് ആയത്തുൽ കുർസി ഓതണമെന്ന് പറയുന്നു മഹാന്മാർ. ആ പ്രയാസത്തിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആയത്തുൽ കുർസി ഓതിയാൽ മതി. എത്ര വലിയ പ്രയാസമാണെങ്കിലും നമ്മൾ തകർന്നിരിക്കുകയാണെങ്കിൽ ആയത്തുൽ കുർസി അങ്ങോട്ട് പാരായണം ചെയ്യുക. ആയത്തുൽ കുർസി ഇന്ന് ആർക്കാ കാണാതെ അറിയാത്തത്? മദ്രസയിൽ 3-ാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നുണ്ട് ആയത്തുൽ കുർസി കാണാതെ. എന്താ, ആയത്തുൽ കുർസിക്ക് അത്രയും പവറുണ്ട്. ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുന്നത് നാം നിത്യമായി പതിവാക്കേണ്ട ഒരു ആയത്താണ് ആയത്തുൽ കുർസി എന്നാണ്. അല്ലാഹു ആയത്തുൽ കുർസിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. മൻകറ ആയത്തുൽ കുർസി, മഹാന്മാര് പറയാണ് ആയത്തുൽ കുർസി ഓതേണ്ട സമയങ്ങള്. ഒന്ന് പിടിച്ചോ, നിസ്കാരത്തിന്റെ ശേഷം, അതുപോലെ തന്നെ രാവിലെ ആയത്തുൽ കുർസി നമ്മൾ ഓതണം. സുബഹിസ്കാരം കഴിഞ്ഞാൽ പിന്നെയും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഇങ്ങനെ ഇരിക്കല്ല, രാവിലെ ആയത്തുൽ കുർസി ഓതണം. അതുപോലെ തന്നെ വൈകുന്നേരം ആയത്തുൽ കുർസി ഓതണം. ഇശാ മഗ്രിബിന്റെ ഇടയിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. പാട്ട് കേൾക്കല്ല, സീരിയൽ കാണല്ല, അങ്ങാടിയിലൂടെ തണ്ടി നടക്കുകയല്ല, അങ്ങനെ മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞിങ്ങനെ ഇരിക്കല്ല, കട്ടൻ ചായയും മിച്ചറും കഴിച്ചിട്ട്. അപ്പൊ ആയത്തുൽ കുർസി ഓതണം. ഇശാ മഗ്രിബിന്റെ ഇടയിൽ ആയത്തുൽ കുർസി ഓതണം. അസറിന്റെ ശേഷം ആയത്തുൽ കുർസി ഓതണം. ഇതൊക്കെ ആയത്തുൽ കുർസി ഓതേണ്ട സമയങ്ങളാട്ടോ, അസറിന്റെ ശേഷം. അതുപോലെ തന്നെ വഇൻദ ദുഖൂലിൽ മൻസിലി, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അതുപോലെ തന്നെ വൽ ഫിറാശ്, ഉറങ്ങാൻ കിടക്കുമ്പോൾ വിരിപ്പിൽ ഇരുന്നു കൊണ്ട് ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. വഇൻദൽ ഖുറൂജി ഇല
ഫിസ്സൂഖ്, അങ്ങാടിയിലേക്ക് പോകുമ്പോൾ, നമ്മൾ കടയിലേക്ക് പോവുകയാണ്, അപ്പോഴും ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. വസ്സഫരി, യാത്ര പോവുകയാണ്, ഗൾഫിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ വിരുന്ന് പോവുകയാണ്, അല്ലെങ്കിൽ വാഹനത്തിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര പോവുകയാണ്, ടൂർ പോവുകയാണ്, സിയാറത്തിന് പോവുകയാണ്, അപ്പോഴൊക്കെ ആയത്തുൽ കുർസി നമ്മൾ പാരായണം ചെയ്യണം. അങ്ങനെ പാരായണം ചെയ്താൽ നമ്മൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണെന്നറിയോ? മഹാന്മാര് പറയുന്നുണ്ട്, പിശാചിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ നൽകും ആ പറഞ്ഞ സമയത്തൊക്കെ ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വമിൻ ശർരിന്നാസ്, ജനങ്ങളുടെ ശല്യം ഉണ്ടെങ്കിൽ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കില്ലേ. എത്ര ആളുകൾ പറയുന്നുണ്ട്, ഒരുപാട് ശത്രുക്കളാണ്, കുടുംബത്തിൽ ശത്രുക്കളുണ്ട്, കൂട്ടുകാരിൽ ശത്രുക്കളുണ്ട്, അയൽവാസികളിൽ ശത്രുക്കളാണ്, സിഹർ ചെയ്യാണ് ഉസ്താദെ, അങ്ങനെ അസൂയാലുക്കളാണ് ഒരുപാട് ആളുകളുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞാലും അസൂയാലുക്കൾ, ഇങ്ങോട്ട് തിരിഞ്ഞാലും അസൂയാലുക്കൾ, അങ്ങോട്ട് തിരിഞ്ഞാലും കണ്ണൂർ, ഇങ്ങോട്ട് തിരിഞ്ഞാലും കണ്ണേർ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ സമയത്തൊക്കെ ആയത്തുൽ കുർസി പതിവാക്കിക്കോളിയും. കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, ജനങ്ങളുടെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, പിശാച് ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതുപോലെ തന്നെ വമിൻ ശർരിദ്ദവാബിൽ മുദിയാത്ത്, അക്രമകാരികളായ മൃഗങ്ങളിൽ നിന്ന് അല്ലേ. നമ്മൾ അങ്ങാടിയിലൊക്കെ പോകുമ്പോൾ എന്തായാലും ആയത്തുൽ കുർസി ഓതണം, മക്കളോടൊക്കെ ഓതാൻ പറയണം. നായക്കളുടെ ശല്യമുണ്ട്, പന്നികളുടെ ശല്യമാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, കുട്ടികൾ മദ്രസ വിട്ട് പോകുമ്പോൾ നായകൾ കടിച്ചു കീറുകയാണ്, പന്നികൾ ആക്രമിച്ചു പോവുകയാണ്. അപ്പൊ പിടിമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അക്രമകാരികളായ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആയത്തുൽ കുർസി നമ്മൾ പറഞ്ഞ സമയത്തൊക്കെ പതിവാക്കുക. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ മുസീബത്തുകളെ തൊട്ടും, ഏതൊക്കെ മുസീബത്തുണ്ടോ ആ മുസീബത്തുകളെ തൊട്ടും, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കും. നമ്മളെ മാത്രമല്ല അത് ഓതുന്നവന്റെ കുടുംബക്കാരെയും, നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമ്മളെ കുടുംബക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. മാത്രമല്ല ഔലാദഹു, അവന്റെ മക്കളെയും പ്രത്യേകിച്ച് പറഞ്ഞു, അവന്റെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. നമ്മളെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ, മദ്രസയിലേക്ക് പോകുമ്പോൾ മക്കൾ ചിലപ്പോൾ ഓതിയിട്ടുണ്ടാവില്ല, നമ്മൾ ഓതുക. മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ, മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നിട്ട് ആയത്തുൽ കുർസി ഓതുക. ഉപ്പാർക്കും ഓതാ, എല്ലാവർക്കും ഓതാ, കാരണം ആയത്തുൽ കുർസി അറിയാത്ത ആരും ഉണ്ടാകൂല. അതുപോലെ തന്നെ അംവാലഹു, നമ്മളെ സമ്പത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകും. വബൈതഹു, നമ്മളെ വീട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകും. പിന്നെ സരിക്കി, കള്ളന്മാരുടെ ശല്യം ഉണ്ടാവൂല, കള്ളന്മാരെ ശല്യം ഉണ്ടാകൂല. അതുപോലെ തന്നെ വൽ ഗർഖ്, അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, വെള്ളപ്പൊക്കം ഉണ്ടാവൂല അല്ലേ. വെള്ളപ്പൊക്കത്തിന്റെ ഒരു കാലമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കും. മഴക്കാലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണം, എന്തൊക്കെ ദുരന്തമാണ് ഈ ലോകത്തിന് വരാനിരിക്കുന്ന പറയാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വരൾച്ചയെ തൊട്ടും വെള്ളപ്പൊക്കത്തിനെ തൊട്ടും എല്ലാ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കത്തി നശിക്കുക, തീപിടുത്തം, സുബ്ഹാനല്ലാഹ്, ഗ്യാസുമായി നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണ്, അടുക്കളയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. തീ കത്തുന്നത് കണ്ടിട്ടില്ലേ, എത്ര ആളുകളുടെ ശരീരത്തിലാണ് തീ കത്തിപ്പിടിക്കുന്നത്. അല്ലാഹു കാക്കട്ടെ. അതിനൊക്കെ സംരക്ഷണമാണ് ആയത്തുൽ കുർസി. അടുക്കളയിലേക്ക് കയറുമ്പോൾ ഉമ്മാ, സഹോദരി, ആയത്തുൽ കുർസി പാരായണം ചെയ്തോ. അതുപോലെ തന്നെ വയജിദി സുഖത വസ്സലാമ, നല്ല ആരോഗ്യം ഉണ്ടാകും, രോഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകും. മിനൽ അംറാദി വൽ ആലാം, വേദനകളിൽ നിന്ന് സംരക്ഷണം നൽകും. എത്ര ആളുകളാണ് പല അസുഖങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. അതിനുള്ള മരുന്നാണ് ആയത്തുൽ കുർസി. എത്ര ആളുകൾ പറഞ്ഞു, വേദന ഉസ്താദെ, കാലുവേദനയാണ്, ഊരവേദനയാണ്, നിസ്കരിക്കാൻ കഴിയുന്നില്ല, കാൽ മുട്ടുവേദനയാണ്, നിസ്കരിക്കാൻ കഴിയുന്നില്ല, വിട്ടുമാറാത്ത തലവേദനയാണ് ഉസ്താദെ, നിസ്കരിക്കാൻ കഴിയുന്നില്ല, പ്രയാസമാണ്, ഖുർആനിലേക്ക് നോക്കാൻ പോലും കഴിയുന്നില്ല, അത്രയും വലിയ തലവേദനയാണ്, ചെവിവേദനയാണ്, വിട്ടുമാറാത്ത പല്ലുവേദനയാണ്. ഓതിക്കോളൂ ആയത്തുൽ കുർസി. എല്ലാ വേദനകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. മാനസികമായ വേദന, മക്കളുടെ കാര്യം ആലോചിച്ചുകൊണ്ട്, ഭർത്താവിൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ട്, അങ്ങനെ ജോലിയുടെ കാര്യം ആലോചിച്ചുകൊണ്ട്, വീടിൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ട്, കടത്തിൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ട് മാനസികമായ വേദനകൾ അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട്. അവർക്ക് പരിഹാരമായി മഹാനായ നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായ ആയത്താണ് ആയത്തുൽ കുർസി. പരിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങളുടെ കലവറയാണ്, പരിശുദ്ധ ഖുർആനിലെ നിധിയാണ്. ഇനിയും എത്രത്തോളം പറയാനുണ്ട്, ഞാനിപ്പോൾ അല്പം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒട്ടനവധി മഹത്വങ്ങൾ ഇനിയും ഡസൻ കണക്കിൽ ഇമാമുകൾ ആയത്തുൽ കുർസിയെ മാത്രം വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആയത്തുൽ കുർസിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. അല്ലാഹുവേ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ നീ സംരക്ഷണം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും കാക്കണേ അല്ലാ, കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ, ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. മക്കളുടെ വിഷയം പറഞ്ഞവര് അവർക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ, പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. ജോലിയില്ലാത്ത ആളുകൾക്ക് നല്ല ജോലി കൊടുക്കല്ല, പഠിച്ച ജോലി കൊടുക്കണേ റഹ്മാനെ, നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ. കടങ്ങൾ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കല്ല, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല. നിന്റെ അനുഗ്രഹത്താൽ നിന്റെ ഖജനാവ് വലുതാണ് റബ്ബേ, അതിൽ നിന്ന് മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ, ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാ. അല്ലാഹുവേ, മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യ, മക്കള്, കുടുംബക്കാര്, അയൽവാസികൾ, സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് അല്ലാ. ഞങ്ങളെ വല്ലുപ്പ വല്ലുമ്മമാര്, ഭക്ഷണം തന്ന ആളുകളുണ്ട്, ജ്യേഷ്ഠനിയന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, അവരെ ഭാര്യ, മക്കള്, ഭർത്താക്കന്മാര്, കുടുംബക്കാര്, എല്ലാവരെയും നീ കാക്കണേ അല്ലാ, സംരക്ഷണം നൽകണേ അല്ലാ, നിന്റെ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ ഖബർ വിശാലമാക്കണേ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ 6 മണിക്ക് വീണ്ടും നമ്മളെ മജ്ലിസ് ഉണ്ടാകും. ദിക്ർ ദുആ മജ്ലിസ്, അതിൽ വിശാലമായി ദുആ ചെയ്യലും ദിക്റും സ്വലാത്ത് എല്ലാം ഉണ്ടാവും. അതിലെല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.